ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി ഗിഫ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നാളെ തന്നെ കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് കുറഞ്ഞ ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പേജിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പേജ് ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഗമ്മ് ചെയ്ത് കൊടുക്കാം. ഈ പേജ് ഹോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് 16.5 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ബേസിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ട് പേജും അതേപോലെ ബാക്ക് പേജും റെഡിയാക്കിയിട്ടെടുക്കണം, അതിൻ്റെ ബേസ് റെഡിയാക്കിയിട്ടെടുക്കണം. അതേപോലെ ബാക്ക് പേജിൻ്റെയും ഫ്രണ്ട് പേജിൻ്റെയും സൈസ് വരുന്നത് വിഡ്ത്ത് 12 സെൻറ്റിമീറ്ററും ഹൈറ്റ് 16.5 സെൻറ്റിമീറ്ററാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഗോൾഡൻ ഷീറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇത് ഡബിൾ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ആ പേജ് ഹോൾഡർ ഈ ഒരു സെൻറ്ററിലേക്ക് ഗം ചെയ്ത് കൊടുക്കണം. അത് നല്ലോണം ഡബിൾ ടാപ്പ് വെച്ചിട്ട് മാത്രം ഗം ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഇളകിപ്പോരും. നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എലമെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് താങ്ങാനാവാതെ ഇത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം അത് ഗം ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പേജസ് റെഡിയാക്കിയിട്ട് എടുക്കണം. അത് നമ്മൾ 0.5 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പേജസ് എപ്പോഴും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് 11.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും അതേപോലെ 16 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് കേട്ടോ ഞാൻ ഈ ഒരു പേജസ് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആൽബത്തിൻ്റെ. ഇനി നമുക്കൊരു പണിയില്ല, ഇതിലേക്ക് കുറേ പാറ്റേൺ ഷീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം, അതേപോലെ അവരുടെ ഫോട്ടോസും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഡെക്കറേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആൽബം റെഡി ആയിട്ടുണ്ട്. ടൈം ഒരുപാട് വൈകിട്ടുണ്ട്, ഞാൻ രാത്രി തീർക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ, പക്ഷേ രാവിലെയും കൂടി എനിക്ക് പണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ഷീറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഞാൻ ഈ ആൽബം ഉണ്ടാക്കുമ്പം ആദ്യം പേജസ് ആഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യും, ലാസ്റ്റ് ഡെക്കറേഷൻ, അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പാറ്റേൺ ഷീറ്റും ഫോട്ടോസും ഒക്കെ ഒരുമിച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷനും കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ് കാര്യം, നല്ലൊരു ഗിഫ്റ്റാണ്, മെമ്മറബിൾ ഗിഫ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട് പേജ് ഞാൻ ഓൾറെഡി ചെയ്ത ഒരു മോഡൽ തന്നെയാണ് ഇതിന് ചെയ്തത്, കാരണം എനിക്ക് വേറെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലും കുറച്ച് ഡെക്കറേഷനും കൊടുത്തിട്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ആൽബം. ഇതിൻ്റെ ഇന്നർ വീഡിയോ ചെയ്യാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട്, കിട്ടിയ ആൾക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.